അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് സമ്പത്ത് വർദ്ധിക്കാൻ ദാരിദ്ര്യം അകലാൻ നാം പതിവാക്കേണ്ട ഒരു ദിക്റിനെ കുറിച്ചാണ്. പലരും കമൻറ്റിലൂടെ സ്ഥിരമായി പറയുന്ന ഒരു വിഷയമാണ്. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു, കച്ചവടം നല്ല നിലയിൽ നടക്കുന്നില്ല, ബിസിനസ് തകർച്ചയിലാണ്, നഷ്ടത്തിലാണ്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിലാണ്, സമ്പത്തിൽ ബർക്കത്തില്ല, വീട്ടിൽ ബർക്കത്തില്ല, കുടുംബത്തിൽ ഐശ്വര്യമില്ല, കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല. ഇങ്ങനെ ഒരുപാട് കമൻറ്റുകളാണ് വീഡിയോക്ക് താഴെയായി വരുന്നത്. ഇനി പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ദിക്ർ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും അത്ഭുത മാറ്റങ്ങൾ നിങ്ങളിൽ കണ്ടു തുടങ്ങുന്നതാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരാൾ വളരെ വിഷമത്തോടു കൂടി പറയുകയാണ്, നബിയെ, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. സമ്പത്ത് എന്നിൽ നിന്ന് അകലുന്നു നബിയെ, എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം നബിയെ. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിയോട് പറയുകയാണ്, നീ സുബഹിയുടെ സമയത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ നീ 100 പ്രാവശ്യം മുടങ്ങാതെ ചൊല്ലുക, എന്നാൽ പണം നിന്നെ തേടി വരും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതനുസരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, ഇപ്പോൾ പണം എന്നിലേക്ക് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു, അത് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ഒരു നിശ്ചയവുമില്ല, അത്രയധികം സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നബിയേ എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ദിക്ർ 100 പ്രാവശ്യം ദിവസവും ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.